നവകേരള സദസ്സ് വലിയ ബഹുജന ആകർഷണത്വമുള്ള പരിപാടിയായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ ഭാവി എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ലാത്ത നിലയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കാൻ ഞങ്ങളുണ്ട്, ഇടതുപക്ഷമുണ്ട്, ഈ ഗവൺമെൻറ്റുണ്ട്. അതനുസരിച്ച് കേരളം അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഒട്ടനവധി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിലൂടെ വേണം കേരളം വികസിക്കാൻ. അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, വ്യവസായശാലകൾ, തുറമുഖങ്ങൾ, ടൂറിസം, ഇതിൻ്റെ എല്ലാം അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കേരളത്തിന് പ്രധാന വിഷയം സാമ്പത്തിക ശേഷിയാണ്. ആ സാമ്പത്തിക ശേഷി ഫലപ്രദമായൊരു മാനേജ്മെൻറ്റ്, ആ മാനേജ്മെൻറ്റ് ഏറ്റവും നല്ലൊരു ആസൂത്രണം, അതിൻ്റെ ഫലമായിട്ട് ഓരോ പ്രശ്നവും പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിച്ചിട്ടൊന്നും കേരളത്തിൻ്റെ വികസനത്തെയോ പ്രവർത്തനത്തെയോ സ്തംഭിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ആ തരത്തിൽ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ, ജനങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കി തീർക്കാനും ഈ നവകേരള സദസ്സ് കൊണ്ട് സാധിച്ചു. ഇന്ന് ജനങ്ങളൊരു പ്രതീക്ഷയിലാണ്. ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ രക്ഷിക്കാൻ, ഏത് അപകടം വന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ ഈ ഗവൺമെൻറ് ഉണ്ട്, ഈ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, അതിൻ്റെ മുന്നണിയിലെ പാർട്ടികളുണ്ട് എന്നൊരു ബോധം ജനങ്ങളിലുണ്ടായി. ആ ആത്മവിശ്വാസം കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വലിയ അടിത്തറമാണ്, വികസിച്ചു വരും.